ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബേസിക് സയൻസിൻ്റെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. പ്ലേലിസ്റ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നോക്കാം. ഇത് മലയാളം മീഡിയമാണ്. പ്രവർത്തനം 1, ആഹാര ശൃംഖലാജാലം എന്തെന്ന് വിശദീകരിക്കുക. ബി ചോദ്യം, പ്ലവകങ്ങൾ സ്രാവ്, മത്തി, കണവ, കടലാമ എന്നിവയെ ഉൾപ്പെടുത്തി ഒരു ലഘു ഭക്ഷ്യ ശൃംഖലാജാലം തയ്യാറാക്കുക. സി, ആഹാര ശൃംഖലയുടെ ആദ്യ കണ്ണി എപ്പോഴും ഏതിനം ജീവികളാകും. അപ്പോൾ 3 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ആഹാര ശൃംഖലാജാലം എന്തെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. അപ്പോൾ ആഹാരത്തിനായിട്ട് പരസ്പരം ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആശ്രയിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ബന്ധത്തെയാണ് നമ്മൾ ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നോക്കൂ, പ്ലവകങ്ങൾ സ്രാവ്, മത്തി, കണവ, കടലാമ എന്നിവയെ ഉൾപ്പെടുത്തി ഒരു ലഘു ഭക്ഷ്യ ശൃംഖലാജാലം തയ്യാറാക്കാനാണ്. അപ്പോൾ അതിങ്ങനെ എഴുതാം നിങ്ങൾക്ക്. പ്ലവകങ്ങൾ മത്തി, കണവ, സ്രാവ്, കടലാമ. അപ്പോൾ ഈ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഇതിലെ സി ചോദ്യം എന്ന് പറയുന്നത് ആഹാര ശൃംഖലയുടെ ആദ്യ കണ്ണി എപ്പോഴും ഏതിനം ജീവികളാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയുള്ളതാണ്? ഹരിത സസ്യങ്ങളായിരിക്കും എപ്പോഴും ഒരു ഭക്ഷ്യ ശൃംഖലാജാലത്തിൻ്റെ ആദ്യ കണ്ണി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചിത്രീകരണം തന്നിട്ടുണ്ട്. ഓക്സിജന്, സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം. ഈ ഒരു സൺലൈറ്റിലെ സൂര്യപ്രകാശത്തിൽ ഉള്ളതാണ് തന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണെന്ന് നോക്കാം. ഇത് എന്തിൻ്റെ ചിത്രീകരണമാണ്? ഈ പ്രക്രിയക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തെല്ലാം? അപ്പോൾ ഈ ചിത്രീകരണത്തിൻ്റെ പേര് എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണമാണ്. ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം, ഹരിതകം. ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി സി ചോദ്യം കൂടെയുണ്ട്. ഈ പ്രക്രിയ കൊണ്ട് സസ്യങ്ങൾക്ക് മാത്രമാണോ പ്രയോജനം? വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രക്രിയ പ്രകാശ സംശ്ലേഷണമാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് ആർക്കാണ്? സസ്യങ്ങൾക്ക് മാത്രമാണോ പ്രയോജനം അല്ലെങ്കിൽ ഗുണം? അല്ല. ജന്തുക്കൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജനും കഴിക്കാൻ ആവശ്യമായ ആഹാരവും ഇതുവഴി ലഭിക്കുന്നുണ്ട്. ഇനി പ്രവർത്തനം 4 അക്കു ചില രോഗങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ക്യാൻസർ, പ്രമേഹം, മഞ്ഞപ്പിത്തം, അപസ്മാരം, വാതം, രക്താതിസമ്മർദ്ദം, എലിപ്പനി, ഡെങ്കിപ്പനി, കോവിഡ്, നിപ്പ, വിളർച്ച, മന്ത്. ഇങ്ങനെയാണ് അക്കു പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ എ ചോദ്യം അനു തരംതിരിച്ചതിൻ്റെ മാനദണ്ഡങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇത്? അനു ആണ് കേട്ടോ. അത് അവിടെ അക്കുന്ന് മാറിപ്പോയതായിരിക്കും. അനു എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്? ഇത് പകരാത്ത രോഗങ്ങളും പകരുന്ന രോഗങ്ങളുമാണ് അല്ലേ. ഇനി ബി ചോദ്യം അനു തരംതിരിച്ചതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? എന്തെങ്കിലും തെറ്റുകളുണ്ടോ? പകരുന്ന രോഗങ്ങളിൽ ഉണ്ട്. മഞ്ഞപ്പിത്തം പകരുന്ന രോഗവും വിളർച്ച പകരാത്ത രോഗവുമാണ്. അപ്പോൾ അനു അത് മാത്രം എഴുതിയത് തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ. ഇനി ഇതിലെ സി ചോദ്യം 2 കൂട്ടങ്ങളിലും 2 വീതം ഉദാഹരണങ്ങൾ കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ പകരാത്ത രോഗങ്ങളിൽ 2 പകരുന്ന രോഗങ്ങളിൽ 2 എഴുതണം. പകരാത്ത രോഗങ്ങളിൽ കിഡ്നി സ്റ്റോണ്, ഫാറ്റി ലിവർ എഴുതാം. പകരുന്ന രോഗങ്ങളിൽ എയ്ഡ്സ്, കോളറ ഇതും നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് നോക്കാനുള്ളത്. രോഗങ്ങൾ പകരുന്നതുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. രോഗം പകരുന്ന രീതി തന്നിട്ടുണ്ട്. മണ്ണിലൂടെ, അതുപോലെ തന്നെ ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, കൊതുക് വഴി, കുഷ്ഠം, ചെങ്കണ്ണ് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ആദ്യം പൂർത്തിയാക്കണം. നമുക്ക് എങ്ങനെ പൂർത്തിയാക്കാം? രോഗങ്ങൾ മണ്ണിലൂടെ പകരുന്നതാണ് വിരശല്യം, അതുപോലെ തന്നെ ടെറ്റനസ്. ഇനി ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗമാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് കൊതുക് വഴിയാണ്. കുഷ്ഠം, ചെങ്കണ്ണ് എന്നത് മനുഷ്യൻ വഴി അഥവാ സമ്പർക്കം മൂലം ഉണ്ടാകുന്നതാണ്. ഇനി ഇതിലെ ബി ചോദ്യം മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ എടുക്കേണ്ട ഏതെങ്കിലും 2 മുൻകരുതലുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെഴുതാൻ നമുക്ക്? ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ നോക്കുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം.
എന്താണ് ആർജിത രോഗപ്രതിരോധ ശേഷി? എന്താണ്? നമുക്ക് 2 രോഗപ്രതിരോധ ശേഷികളാണുള്ളത്. ഒന്ന് ആർജിത രോഗപ്രതിരോധ ശേഷിയാണ്. എന്താണ് അതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷിക്കാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അഥവാ നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുത്തിവയ്പ്പ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം COVID-19 ഒക്കെ വന്നപ്പോൾ നമ്മൾ കുത്തിവയ്പ്പ് എടുത്തു. അതെന്താണ്? ആർജിത പ്രതിരോധ ശേഷി ലഭിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലെ ബി ചോദ്യം, പ്രതിരോധ കുത്തിവയ്പ്പുകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പട്ടിക എന്ന് പറയുന്നത്. കുത്തിവയ്പ്പ് PCG, ബാസിലസ് കാൽമെന്റ്-ക്വറിൻ, അത് ക്ഷയരോഗത്തിന് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് OPV ആണ്, ഓറൽ പോളിയോ വാക്സിൻ, അത് രോഗം പോളിയോക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് താഴെ കൊടുത്ത പട്ടിക അപഗ്രഥിച്ച് എത്തിച്ചേരാവുന്ന 3 നിഗമനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് ലായകവും ലീനവുമാണ്. വെള്ളം, വെളിച്ചെണ്ണ, മണ്ണെണ്ണ എന്നീ ലായകങ്ങൾ തന്നിട്ടുണ്ട്, കുറച്ച് ലീനവും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അലിഞ്ഞു ചേരുന്നത് എന്നതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിലെ ചോദ്യം എന്ന് പറയുന്നത് എത്തിച്ചേരാവുന്ന 3 നിഗമനങ്ങൾ, തന്നിട്ടുള്ള ദ്രാവകങ്ങളിൽ കൂടുതൽ ലായക ശേഷി ജലത്തിനാണെന്ന് മനസ്സിലായി. വെള്ളത്തിൽ ലയിക്കുന്ന ചില വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കില്ല എന്നും മനസ്സിലായി. വെള്ളത്തിൽ ലയിക്കാത്ത ചില വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി ഇതിലെ ബി ചോദ്യം, ലീനം, ലായകം, ലായനി എന്നിവ എന്തെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ് പറയുന്നത്. അപ്പോൾ ബി, ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഉദാഹരണം നമുക്ക് ഇതിൽ നിന്നും തന്നെ എടുത്തെഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് സയൻസിൻ്റെ ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ഫസ്റ്റ് ടൈമിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാൻ, നിങ്ങൾക്കത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.